ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്തെ കോസ്മോ ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണുള്ളത്. കോസ്മോ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളിവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളിനി കഴക്കൂട്ടത്തേക്ക് മാറുകയാണ്. അപ്പോൾ ഞങ്ങൾ 25,000 രൂപ റെൻറ്റ് കൊടുത്താണ് ഈ ഒരു വീട് എടുത്തിരുന്നത്, ഇവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വീടിനെയും ഞങ്ങൾ പോകുന്നുണ്ട് മറ്റൊരാൾക്ക് റെൻറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റെൻറ്റഡ് ഹൗസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. ഞാൻ ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം, വീടിനുള്ളിലെ കാഴ്ചകൾ കാണാം. എന്തായാലും ഇത് ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ റൂം നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. വളരെ നീറ്റായിട്ടുള്ള റൂമാണ്, മാർബിളൊക്കെ ഇട്ട് സെറ്റായിട്ടുള്ള റൂമാണ്. ഇത് നമ്മുടെ ഹാളാണ്, വിശാലമായൊരു ഹാളാണുള്ളത്. ഹാളിൽ ഫർണിച്ചറുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറയുക, മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ബെഡ് അവൈലബിൾ ആണ്, നല്ലൊരു മെത്തയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ടോയ്ലറ്റ് വളരെ നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ്. ഓക്കെ, പിന്നെ ഇവിടെ നല്ല കിടിലൊരു അലമാരയുണ്ട്, സൂപ്പർ ഒരു അലമാരയുണ്ട്. ഓക്കെ, നമുക്കിനി അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു അടിപൊളി മിറർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്, വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കോമൺ ബാത്റൂമാണ്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ അടുക്കളയിൽ ഒരു ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, മനോഹരമായ അടുക്കളയാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, 3 BHK ആണ്. ഇതിനകത്തിൽ മെത്തയൊന്നും ഇട്ടിട്ടില്ല. ഇവിടുത്തെ ഒരു റൂം. പിന്നെ നമുക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതാണ് മറ്റൊരു ബെഡ്റൂം. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഇൻവേർട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറണ്ട് പോകുന്ന ഒരു പേടിയൊന്നും വേണ്ട. അപ്പോൾ 24/7 നമുക്ക് കറണ്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻവേർട്ടർ ഇവിടെ ഒന്ന് കണ്ടുപോകും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരികയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെയുള്ള സംഭവം ഇവിടെ ഉണ്ട്. നല്ല ആയ കയറുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് ഉണക്കാം. പിന്നെ ഇവിടുത്തെ എനിക്കൊക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് തമ്പാനൂർ എത്താൻ പറ്റും. പിന്നെ രാത്രി ഏത് സമയത്ത് തമ്പാനൂർ വന്നാൽ നമുക്ക് വളരെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്താൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ എന്താണ് പറയുക, ഇവിടെ മെഡിക്കൽ കോളേജ് ഇവിടെ വളരെ അടുത്താണ്. അറിയാമല്ലോ, ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. തമ്പാനൂർ എല്ലാവരും ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതൊരു പ്രൈം ലൊക്കേഷനാണ്. ഈ പറയുന്ന കോസ്മോ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റാണ് ഈ വീടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.